എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 ആയില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്തൊരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? കേരളത്തിൽ കൂലിപ്പണിക്കായി എത്തിയ ആസം സ്വദേശിയായ യുവാവ് കോടീശ്വരൻ. ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് വിറ്റ് യുവാവ് സ്വന്തമാക്കിയ സമ്പാദ്യം കണ്ട് പോലീസ് ഞെട്ടി. ഫ്ലാഷ് ബാക്ക്. പണവും ബടാപവും നമുക്കുണ്ടിനാ, സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണിയുണ്ടല്ലോ, വാശമുണ്ടിന്റെ പൊടിയാവാ. End of flashback. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. പന്തീരങ്കാവ് പോലീസ് പുലർച്ചെ നടത്തിയ പെട്രോളിംഗിനിടയിലാണ് കോടിക്കണക്കിന് രൂപയുടെ കവർച്ചയുടെ ചുരുളഴിയുന്നത്. എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം അല്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. റോഡരികിലെ ഒരു സൈക്കിൾ റിക്ഷ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് നിറയെ ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ. ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ, അടിച്ചു മാറ്റാ. തൽക്കാലം ഇത് മതി, 2 സ്മാളിനുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ്. അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ്. കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. മോഷണമുദ്രകൾ സൂക്ഷിക്കാൻ പ്രതികൾ 60,000 രൂപ വാടകയുള്ള ഗോഡൌണും വാടകയ്ക്കെടുത്തിരുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. മുനവർ അലിക്ക് പുറമെ രഹന, മിലൻ, മൊയ്മൻ അലി, ഐമൽ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പന്തീരങ്കാവ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോടിക്കണക്കിന് രൂപയുടെ മോഷണത്തിന്റെ ചുരുളഴിച്ചത്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. ഇനി മേല എന്തെങ്കിലും കേസ് വരെ എന്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ട ഇവന്റെ അവസ്ഥ ഉണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. നട്ടലിടിച്ച് കലക്കി പഞ്ചസാരകളും കുടിപ്പിക്കും. മനസ്സിലായോ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.